നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതിലെ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ സമ്മർദ്ദ തന്ത്രവുമായി PV അൻവർ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി. കാരാത്തോട്ടിലെ വസതിയിൽ എത്തിയാണ് സന്ദർശനം നടത്തിയത്. അൻവറിനെ UDF വഴങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എടുക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും, ഏത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം ആർക്കും മത്സരിക്കാന്നാണോ? അവിടെ ജയിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാ സാമൂഹ്യ ക്രമങ്ങളും ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ മുന്നിൽ നിഷ്പക്ഷനായി നിന്നുകൊണ്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് അതിന്റെ പച്ച മലയാളം. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്. ഷൗക്കത്ത് മണ്ഡലം അറിയുന്ന വ്യക്തിയല്ല, ഇടതുപക്ഷവുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് തുടങ്ങിയവയായിരുന്നു അൻവറിന്റെ രൂക്ഷമായ വിമർശനങ്ങൾ. 2 ദിവസത്തിനകം തന്റെ നിലപാട് പ്രഖ്യാപിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ കൂടുതൽ സമ്മർദ്ദ തന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അൻവർ. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. കാരാത്തോടിലെ വസതിയിൽ എത്തിയാണ് സന്ദർശനം നടത്തിയത്. ലീഗ് വഴി മുന്നണി പ്രവേശനമാണ് അൻവറിന്റെ ലക്ഷ്യം. അൻവർ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അൻവർ വന്നതാണ്. അൻവർ വന്ന് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ, അവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ്, കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വശം അദ്ദേഹം പറഞ്ഞു. ആ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷെയർ ചെയ്യാം. എന്നാൽ യാതൊരു നിലപാടുമില്ലാത്ത അൻവറിനൊപ്പം കൂടുന്നത് ദോഷം ചെയ്യുമെന്ന് അണികൾ ഉൾപ്പെടെ ആവർത്തിക്കുമ്പോഴും അൻവർ കൂടെ ഉണ്ടാവുമെന്നാണ് VD സതീശൻ ഉൾപ്പെടെ പറയുന്നത്. അതേസമയം നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള ഒരുക്കത്തിലാണ് ഇടതുമുന്നണിയും NDAയും. NDA സ്ഥാനാർത്ഥിയായി BDJS സ്വതന്ത്രരെയോ രംഗത്തിറക്കാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി U ഷറഫലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, M തോമസ് മാത്യു എന്നിവരുടെ പേരുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ M സ്വരാജിന്റെ പേരിനാകും പ്രഥമ പരിഗണന. DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ജനം, മലപ്പുറം.